ജേർണി ടുവേർഡ്സ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്ലുവൻസി. സിമ്പിളായ ചില ടെക്നിക്കുകളിലൂടെ വളരെ ചെറിയ സമയം കൊണ്ട് ഇംഗ്ലീഷ് സംസാരത്തിലേക്കുള്ള ഒരു ഈസിയായ പ്രയാണം. I heartily appreciate those who practice the previous lessons of this program and thereby achieved the talking capacity in English. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ബോഡി ഉപയോഗിച്ച് മറ്റൊരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ചില സിമ്പിൾ ടെക്നിക്കുകളിലൂടെ ഈസിയായി ഇംഗ്ലീഷ് സംസാരത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ഞാൻ നൽകുന്ന ഈ ടെക്നിക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ആ നിർദ്ദേശമനുസരിച്ച് നൽകുന്ന പ്രാക്ടീസുകൾ കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം പരിഹരിക്കാൻ കഴിയുകയും നിങ്ങൾക്ക് ഈസിയായി ഇംഗ്ലീഷ് ടോക്കിങ്ങിലേക്ക് എത്താൻ കഴിയുന്നതുമാണ്. ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജ് ആയാലും ആ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ആ ലാംഗ്വേജിലെ വാക്കുകൾ അറിയണം. ഇപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ച് മലയാളികൾക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപാട് അറിയാം. അതുകൊണ്ടാണ് അവർക്ക് ഇംഗ്ലീഷ് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാകുന്നതും. പക്ഷേ പ്രോബ്ലം എന്താ? ഒരു വാചകം ഇംഗ്ലീഷിൽ പറയാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നു. അത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ പറയുന്നത് ശരിയാണോ എന്നൊരു ചിന്ത. രണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരിക. ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ മലയാളം സംസാരിക്കുന്നത് ഗ്രാമർ പഠിച്ചിട്ടല്ല. അതുപോലെ ഏത് ലാംഗ്വേജും ഗ്രാമർ പഠിക്കാതെ സംസാരിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന മലയാളികൾ ഹിന്ദി സംസാരിക്കുന്നത് ഗ്രാമർ പഠിച്ചിട്ടല്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന മലയാളികൾ അറബി സംസാരിക്കുന്നത് അറബി ഗ്രാമർ പഠിച്ചിട്ടല്ല. അപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇതിൽ ഗ്രാമർ ശരിയാണോ, പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കണം. രണ്ടാമത്തെ ആളുകൾ നേരിടുന്ന പ്രശ്നം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരിക എന്നുള്ളതാണ്. അതിനുള്ളൊരു പരിഹാരം പ്രാക്ടീസുകളാണ്. ഞാൻ ഈ ലെസണുകളിൽ കാണിക്കുന്ന ആ പ്രാക്ടീസുകൾ, സിമ്പിളായ പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്താൽ ആ പ്രോബ്ലം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷിലെ സിംഗിൾ വേർഡ്സ് പലർക്കും ഉപയോഗിക്കാൻ അറിയാം. മിക്കവരും അത് അവരുടെ മലയാളം ടോക്കിങ്ങിൽ മിക്സ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഒരു സിംഗിൾ വാചകം ഇംഗ്ലീഷിൽ പറയാൻ പലർക്കും കഴിയുന്നില്ല. അപ്പം അതിനുള്ളൊരു പരിഹാരവും അതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ ലെസൺ. ഈ ലെസണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ബോഡിയാണ്. ആ ബോഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സിംഗിൾ വേർഡ് ടോക്കിങ്ങിലേക്ക് വരും, പിന്നെ 2 വേർഡ്സ് ടോക്കിങ്ങിലേക്ക് പോകും, പിന്നെ നമ്മൾ 3 വേർഡ്സ് ഉപയോഗിച്ചുള്ള പ്രാക്ടീസിലേക്ക് പോകും, പിന്നെ സിമ്പിൾ സെന്റൻസ് ടോക്കിംഗ് പ്രാക്ടീസിലേക്ക് നമ്മൾ പോകും. അത് തന്നെ നമ്മൾ പല സ്ട്രാറ്റജി ഉപയോഗിച്ച് പല സ്പീഡിലും നമ്മൾ ചെയ്യും. ആ ലെസണാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് പോയാലോ. ഈ ലെസണിൽ ആകെ 4 ലെവൽ പ്രാക്ടീസുകൾ ഉണ്ടാവും. ഓരോ ലെവലിലും 3 റൗണ്ടുകൾ വീതമാണുള്ളത്. Then it will come 12 round. If you can practice the entire rounds, you can see and you can feel the result. No doubt about it. So now we are moving to the first round of this practice. ഈ ആദ്യ റൗണ്ടിൽ നമ്മളുടെ എക്സ്റ്റേണൽ ബോഡി പാർട്സിൻ്റെ വിഷ്വൽസ് ആണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. ഒപ്പം അതിൻ്റെ നെയിംസ് വളരെ സ്ലോയിൽ ഞാൻ പറയും. അപ്പം നിങ്ങൾ എന്നോടൊപ്പം പറയണ്ട, മറിച്ച് ആ വിഷ്വൽസ് കണ്ടിട്ട് ആ നെയിംസ് കേട്ടിട്ട് നിങ്ങളുടെ തന്നെ ബോഡിയിൽ നിങ്ങൾ കൈ കൊണ്ട് ടച്ച് ചെയ്യണം. സോ വി സ്റ്റാർട്ടിങ് നൗ. ഹെയർ, ഹെഡ്, ഫോർഹെഡ്, ഐബ്രോ, eyelid, eye, ear, nose, nostril, lip, teeth, chin, throat, neck, shoulder, chest, elbow, wrist, palm, thumb finger, pointer finger, middle finger, ring finger, small finger, backbone, buttocks,
hip, stomach, navel, abdomen, legs, thigh, knee, ankle, heel, foot, toes. Congratulations to all. So now we moving to the second round of our practice. അപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ച അതേ തിങ്സും അതേ വിഷ്വൽസുമാണ് ഈ റൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഡിഫറൻ്റ് ആയ മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് ആ വിഷ്വൽസ് ഒന്നുകൂടി പ്ലേ ചെയ്യണം. പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഒപ്പം ആ തിങ്സ് കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുകയും അതിൻ്റെ നെയിംസ് നിങ്ങൾ സൗണ്ടോടുകൂടി പറയുകയും വേണം. കൺഗ്രാജുലേഷൻസ് ടു ഓൾ. സോ നൗ വി മൂവിങ് ടു ദി തേർഡ് റൗണ്ട് ഓഫ് അവർ പ്രാക്ടീസ്. ഈ റൗണ്ടിൽ നമ്മൾ പല സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. യൂട്യൂബിൽ പ്ലേ ബാക്ക് സെറ്റിങ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പല സ്പീഡിൽ ഇത് സെറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് 1.25 സെറ്റ് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം 1.50 നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. 1.75 സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. ലാസ്റ്റ്ലി നിങ്ങൾ 2 സ്പീഡിൽ ഇത് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കൺഗ്രാജുലേഷൻസ് ടു ഓൾ. സോ നൗ വി മൂവിങ് ടു ദി സെക്കൻഡ് ലെവൽ ഓഫ് അവർ പ്രാക്ടീസ്. ഈ സെക്കൻഡ് ലെവലിൽ നമ്മൾ 2 വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രാക്ടീസുകളാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ 3 വേർഡ്സ് 4 വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള തേർഡ് ലെവൽ പ്രാക്ടീസിലേക്ക് പോകും. പിന്നെ 4th ലെവലിൽ നമ്മൾ ഒരു സിമ്പിൾ സെൻറ്റൻസ് ടോക്ക് ചെയ്യുന്ന പ്രാക്ടീസിലേക്ക് പോകും. അതുകൊണ്ട് എല്ലാ പ്രാക്ടീസുകളും നിങ്ങൾ കൃത്യമായിട്ടും ചെയ്താൽ ഈ ഒരൊറ്റ പ്രാക്ടീസിലൂടെ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം പരിഹരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്താൻ കഴിയുന്നതാണ്. സെക്കൻഡ് ലെവലിലേക്ക് പ്രാക്ടീസിലേക്ക് പോകുന്നതിന് മുമ്പായി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇതിൻ്റെ മലയാള വാക്കുകൾ പറഞ്ഞ് പിന്നെ അതിനെ ഇംഗ്ലീഷ് വേർഡ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കുന്നതല്ലേ ശരി, അതല്ലേ നല്ലതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഓൾഡ് കോൺസെപ്റ്റാണ്, ഒരു ഓൾഡ് സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ മലയാള വാക്കുകൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ ശരിക്കും ഈ ട്രാൻസ്ലേഷനിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വേർഡ്സിൻ്റെ മീനിങ് കണ്ടെത്തുന്നതിലേക്ക് ആണ് പോകുന്നത്. അതുകൊണ്ടാണ് പലർക്കും ടോക്കിംഗ് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. സ്കൂളുകളിലൊക്കെ അങ്ങനെ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വേർഡ്സ് പലർക്കും അറിയാമെങ്കിൽ പോലും അവർക്കൊരു ടോക്കിങ്ങിലേക്ക് വരുമ്പോൾ വേർഡ്സിൻ്റെ സപ്ലൈ കിട്ടാതെ വരുന്നതും അല്ലെങ്കിൽ ടൈം എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഡയറക്റ്റായിട്ട് നമ്മൾ അബ്സോർവ് ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു മെത്തേഡ്, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നൗ വി മൂവിങ് ടു ദി സെക്കൻഡ് ലെവൽ ഓഫ് അവർ പ്രാക്ടീസ്. ഈ ലെവലിൽ നമ്മൾ 2 വേർഡ്സ് ആണ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ലെവലിൽ ചെയ്ത ബോഡി പാർട്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ 1 വേർഡ് നമ്മൾ 2 വേർഡ്സ് പ്രാക്ടീസ് ചെയ്യും. ഷോർട്ട് ഹെയർ, ബ്യൂട്ടിഫുൾ ഫേസ്, മൈ ഹെഡ്, മൈ പാം. ഇങ്ങനെ നമ്മൾ 2 വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പം ഞാൻ വിഷ്വൽ കാണിക്കുമ്പോൾ അതിനോടൊപ്പം ഞാൻ 2 വേർഡ്സ് വളരെ സ്ലോയിൽ പറയുകയും ചെയ്യും. ആദ്യ റൗണ്ടിൽ നിങ്ങൾ ആ വിഷ്വൽ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ആ ബോഡി പാർട്സിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നിങ്ങൾ ടച്ച് ചെയ്താൽ മാത്രം മതി. സോ വി സ്റ്റാർട്ടിങ് അവർ പ്രാക്ടീസ്. ബ്ലാക്ക് ഹെയർ, my forehead, beautiful cheeks, long nose, black eyes, long eyebrows, beautiful chin, long neck, strong shoulders, strong hand, strong elbow, strong fist, long fingers, soft palm, my wrist, powerful chest, beautiful stomach, movable hip. Well done all. So now we moving to the second round of our second level practice. നമ്മൾ ആദ്യ റൗണ്ടിൽ ചെയ്ത അതേ പ്രാക്ടീസ് 2 വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ബാക്കിലേക്ക് പോവുക, എൻ്റെ സൗണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക,
എന്നിട്ട് ആ വിഷ്വൽ കാണുമ്പോൾ നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ 2 വേർഡ്സ് പറയണം. വാക്കുകൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹായ് ചേർത്ത് ഒരു ഹലോ ചേർത്ത് അവയുടെ പേരുകൾ പറയാം. ഞാൻ പറഞ്ഞ അതേ വേർഡ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് സി ഹായ് ആംബേഡ്, ഹലോ അപ്പറാം, ഹായ് ബാക്ക്, ഹലോ ഫീസ്റ്റ്, ഹായ് നെയിൽ. സൂപ്പർ. So now we moving to the third round of this level practice. ഈ റൗണ്ടിൽ നിങ്ങൾ 2 വേർഡ്സ് പല സ്പീഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ സെറ്റിങ്സിൽ പോവുക, പ്ലേ ബാക്ക് സെറ്റിങ്സിൽ പോവുക, പല സ്പീഡിൽ ഈ 2 വേർഡ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൺഗ്രാജുലേഷൻസ് ഓൾ. ഈ 2 ലെവലിലെ പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്പീഡിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു റിവേഴ്സ് സ്പീഡിലേക്ക് പോകാനും കഴിയും. സ്പീഡ് കുറച്ചുകൊണ്ട് ഈ പ്രാക്ടീസുകൾ ചെയ്യാം. 0.25 സെറ്റിങ്സ് ദെയർ, 0.50 ദെയർ, 0.75 ദെയർ. അങ്ങനെ നിങ്ങൾക്ക് ആ സ്പീഡെല്ലാം ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം. 1.25, 1.50 വരാം. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ പ്രാക്ടീസിൻ്റെ 3ാം ലെവലിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി പ്രാക്ടീസിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ടോക്കിങ്ങിലേക്ക് എത്താൻ കഴിയുകയില്ല. അപ്പം ഞാൻ ഈ ഓരോ പ്രാക്ടീസിലും കാണിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നിങ്ങൾ വാ തുറന്ന് ശബ്ദമെടുത്ത് പ്രാക്ടീസുകൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ലെസണിലൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ടോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്താവുന്നതാണ്. സോ നൗ വി മൂവിങ് ടു ദി തേർഡ് ലെവൽ ഓഫ് അവർ പ്രാക്ടീസ്. ഈ ലെവലിൽ നമ്മൾ 3 വേർഡ്സ് 4 വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രാക്ടീസുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടിൽ ഞാൻ അവയുടെ 3 വേർഡ്സ് 4 വേർഡ്സ് പറയും. അപ്പം നിങ്ങൾ അത് കേൾക്കുക, ഒപ്പം ആ ബോഡി പാർട്ടിൽ നിങ്ങളുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യുക. സോ വി മൂവിങ് ടു ദി ഫസ്റ്റ് റൗണ്ട് ഓഫ് ദിസ് പ്രാക്ടീസ്. എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഡെയിലി വി ഹാവ് ടു ഡു എക്സസൈസ്. Now I am doing an exercise. Now I am moving my head front and back. Then left and right. Then I will rotate my head. Firstly I rotated clockwise, then I rotated anti-clockwise. See my fist. Now I am doing an exercise with my fist. Clockwise rotating, anti-clockwise rotating. Hip is very important in our body. We have to keep our hip every time movable. We have to make a front and back, see like this. Then left, right. Then we have to rotate the hip like this, clockwise. Then anti-clockwise. How is the practice? I think everyone is practicing and getting the result. അപ്പോൾ എക്സസൈസുമായി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വേർഡ്സ് നിങ്ങളുടെ സെൻറ്റൻസിൽ വന്നു എന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കോൺഷ്യസ് ആകണ്ട. ചിലപ്പോൾ നമുക്ക് 3 വേർഡ്സ് ആകും, 4 വേർഡ്സ് ആകും, ചിലപ്പോൾ 5 വേർഡ്സ് ആകും. ലീവ് ഇറ്റ്. സോ നൗ വി മൂവിങ് ടു ദി സെക്കൻഡ് റൗണ്ട് ഓഫ് ദിസ് തേർഡ് ലെവൽ പ്രാക്ടീസ്. ഈ പ്രാക്ടീസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബാക്കിലേക്ക് പോവുക, എൻ്റെ സൗണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ശബ്ദത്തിൽ 3 വേർഡ്സ് 4 വേർഡ്സ് പറയുക. Amazing! Congratulations! So now we are moving to the third round of our third level practice. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബാക്കിലേക്ക് പോവുക, സ്പീഡ് സെറ്റ് ചെയ്യുക, പല സ്പീഡിൽ ഇതേ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. വേർഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞ അതേ 3 വേർഡ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് പറയണമെന്നില്ല. നിങ്ങളുടേതായ വേർഡ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. യോ! So now we are moving to the last and final level of our practice. ഈ ലെവലിൽ നമ്മൾ സിമ്പിൾ ടോക്കിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യുക. അതും നമ്മളുടെ തന്നെ ബോഡി പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു 3 സാമ്പിളിലൂടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതേപോലെ കാണുക. എന്നിട്ട് നിങ്ങൾ അതേപോലെ മറ്റ് ബോഡി പാർട്സും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. Hi my dear palm. Very nice to see you. Very beautiful also to see. So many lines are there.
Oh my goodness, bigger lines are there, smaller lines are there. Oh, one science is there related with these lines and all. I know that name, palmistry. My goodness, I don't know which all lines are lucky lines, which all lines are unlucky lines. But anyway, I love you so much. You are supporting me in so many cases. Without you, how can I do all these things and all? I really like you. I really love you. Bye bye, my dear Palm. Hi, Race. Very nice to see you. Oh my goodness. We have to keep this wrist every time movable. Okay. People wearing wristwatch here. People wearing bracelet. But I don't like this much things and all. That's why I'm not at all putting anything in wrist. See this wrist movement. Your movement is very important for getting a good handwriting. Even for this type of martial arts. Even this boxing, wrestling. You are giving a good support to the hand for getting more mobility. Anyway, I love you so much, Race. See you, bye bye. Hi, thumb finger. How are you? My goodness, thumb finger. Olden days, people used you for putting signature. That we say thumb impression. Very goodness. Very small. Huh? But even though you are very stronger than other fingers. My goodness, see, for giving thumbs up, for making congrats, super. I am very much using you. You are very much supporting me for doing so many things in my life. I really love you. See you, bye bye, my thumb. നിങ്ങൾ അതേപോലെ മറ്റ് ബോഡി പാർട്സും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. I heartily appreciate those who really practiced all the levels of our practice and thereby achieved the talking capacity in English. ഈ ലെസൺ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷിൽ നോളജൊക്കെ ഉണ്ട്, കുറച്ച് പ്രാക്ടീസിൻ്റെ അഭാവം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് 10 days. Then you will get a bigger result. If your level is in a middle range, then you have to practice 15 days continuously. If your level is little bit low, then you have to practice 20 days continuously. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഒന്ന്, പറയുന്ന വേർഡ്സിൻ്റെ എണ്ണം നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരണം. 2, you have to increase the speed of your talking. Then you will get a more result. ഈ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ബോഡി പാർട്സ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയോ, മറ്റ് കാര്യങ്ങളും പഠിക്കണ്ടേ, പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓക്കെ, ഐ എഗ്രി വിത്ത് യു. എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കറിയാം, അവിടെ ബോഡി പാർട്സ് മാത്രമല്ല പല റേഞ്ചിലുള്ള പല കാറ്റഗറിയിലുള്ള വൊക്കാബുലറി ചാർട്ട് ലെസൺസും വോയിസ് ക്ലിപ്പ് ലെസൺസും മറ്റ് പ്രാക്ടിക്കൽ ലെസൺസും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് യു ക്യാൻ ഡെവലപ്പ് ദ എൻറ്റയർ വൊക്കാബുലറി ആൻഡ് ദെയർ ബൈ യു ക്യാൻ ഡെവലപ്പ് ടോക്കിംഗ് കപ്പാസിറ്റി ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം നിങ്ങൾ പാലിച്ച് അതുപോലെ ചെയ്യുക. ഇനി എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ നൽകാൻ പോകുന്നത്. നിങ്ങൾ ഈ ബോഡി പാർട്സ് പ്രാക്ടീസ് ചെയ്തത് കണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഓരോ ചാർട്ടും എടുത്തിട്ട് അതിലുള്ള തിങ്സിൻ്റെ പേര് ആദ്യം സിംഗിൾ വേർഡ്സിൽ പ്രാക്ടീസ് ചെയ്യുക. ദെൻ യു ഹാവ് ടു മൂവ് ടു 2 words. Then you have to move to 3 and 4 words. Then you have to change into a small simple talking practice, and thereby you can develop a wide range of vocabulary, and thereby you can develop a further level of talking in English. ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മറ്റൊരു ലെസണുമായി വീണ്ടും കാണും. See you. Bye bye.